ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് മഴയ്ക്ക് ശേഷമുള്ള നമ്മുടെ വയലിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കൂടെ നിങ്ങളും കൂടിക്കോ. ഇക്ക പോയപ്പോൾ കൃഷിയുടെ ഡ്യൂട്ടി എനിക്കായി. ഇക്ക നോക്കുന്നത് പോലെയൊക്കെ ഞാൻ നോക്കാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. മറുവശത്ത് കാണുന്ന 2 വാഴത്തോട്ടങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? കർഷകശ്രീ അവാർഡ് വാങ്ങിച്ചവരുടെ തോട്ടങ്ങളാണ്. എന്ത് മനോഹരമായിട്ടാണ് അവർ കൃഷിപ്പാടം വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് നോക്കിക്കേ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ തോട്ടം പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഇനി നമ്മുടെ തോട്ടത്തിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം നമുക്ക്. 30 ദിവസം മുമ്പ് വളമിട്ട് വൃത്തിയാക്കിയ നിലമാണ്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ഫുൾ കാട് കയറി മൊത്തം കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ നിലത്തിലേക്ക് പോകാം. നമ്മുടെ നിലമാണ് ഈ കാണുന്നത്. 50 സെൻറ്റ് നിലമാണ്. ഈ 50 സെൻറ്റ് ഫുൾ ചുറ്റി കാണണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം പിടിക്കും. ഇപ്പോൾ ഫസ്റ്റ് കാണുന്നത് റോബസ്റ്റയാണ്. നമ്മൾ ഫസ്റ്റ് ഒരാൾക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നത് നമ്മളിപ്പോൾ കൈ ഒഴിഞ്ഞ് വാങ്ങിച്ചതാണ്. അപ്പോൾ അവിടെ റോബസ്റ്റ നട്ടിരുന്നു. ആ റോബസ്റ്റയുടെ കന്ന് പിരിച്ച് നമ്മൾ പിന്നെ വെച്ചതിനാണ് ചെറിയ കുലകളൊക്കെ വീണ് നിൽക്കുന്നത്. ഏത്തവാഴയുടെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഏത്തവാഴ മൊത്തം ശോഷിച്ചു പോയി. ഫസ്റ്റ് വളമിട്ടതിന് ശേഷം ഫുൾ മഴയാണ്. റോബസ്റ്റയുടെ ഒരു കുഞ്ഞു കൊലയൊക്കെ ഒടിഞ്ഞു വീണ് കിടപ്പുണ്ട്. ഇവിടെ ഏത്തവാഴയുടെ അവസ്ഥ കണ്ടില്ലേ? ഏത്തവാഴയെല്ലാം ശോഷിച്ചു പോയി. 30 ദിവസം മുമ്പ് വളമിട്ടതാണ്, പക്ഷേ അതെല്ലാം മഴവെള്ളം കൊണ്ടുപോയി. അപ്പം വാഴയ്ക്ക് നമ്മൾ 30 ദിവസം കഴിയുമ്പോൾ ഇനി വളം ഇടണം. ഇവിടെ വാഴക്കൃഷി മാത്രമല്ല കേട്ടോ, ഏത്തവാഴ മാത്രമല്ല, കപ്പവാഴയുണ്ട്, ചേനയുണ്ട്, ഇതെല്ലാം നമുക്ക് കൃഷിയുണ്ട്. പാളയംതോടൻ, ഏത്തൻ, റോബസ്റ്റ, കപ്പ, പിന്നെ 4 ചുറ്റുപാടും നമ്മൾ കവുങ്ങ് വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ കവുങ്ങിലെല്ലാം നമ്മൾ കുരുമുളകും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർഷം തോറും നമുക്ക് അതിൽ നിന്നുള്ള ആദായം ലഭിക്കുന്നുമുണ്ട്. പിന്നെ നമുക്ക് ചേനയൊന്നും നമുക്ക് കാണാം. ഇവിടെ പ്രധാനമായും പന്നി കാരണം ഒരു കൃഷിയും ചെയ്യണ്ട. കൃഷിക്കാരെല്ലാം ഇപ്പോൾ പന്നി കാരണം കൃഷി ചെയ്യാൻ മടിച്ചിരിക്കുകയാണ്. വെക്കുന്നതിൻ്റെ ആദായം മൊത്തം പന്നി കൊണ്ടുപോവുക. എന്തൊക്കെ ചെയ്തിട്ടും പന്നിക്കൊരു കുറവുമില്ല. ഇപ്പം നമ്മൾ കുരുമുളകൊക്കെ ദാണ്ട് ഉഴുത് വീണ് കിടക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ചേനയെല്ലാം 2-3 എണ്ണം പന്നി കുത്തി മറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല. നമ്മുടെ കൃഷിസ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് നമ്മുടെ കൃഷിസ്ഥലമെല്ലാം ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. പോകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തോടുകളും നല്ല നല്ല ചെറിയ തോട്ടങ്ങളും എല്ലാം കാണാം. ഇവിടുന്ന് 1 ഏക്കറോളം അങ്ങ് വിശാലമായി തടിക്കാട് മുതൽ കൊമ്പേറ്റുമല വരെയും നിലമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള വഴികളൊന്നും നഗരത്തിലും പട്ടണത്തിലും ജീവിക്കുന്നവർക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം അവർ സിറ്റിയിലല്ലേ ജീവിക്കുന്നത്. നമ്മളിപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ തോട്ടിലിറങ്ങി കാലും കൈയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക് തിരിച്ച്. നമ്മുടെ തോട്ടത്തിൻ്റെ മുമ്പിലൊരു കാവുണ്ട് കേട്ടോ. ഈ കാവിൻ്റെ മുന്നിലാണ് ഞങ്ങൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാവൊന്ന് കാണിക്കാം നിങ്ങളെ. അപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.